ഓരോ സമയത്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇങ്ങനെ അപ്ഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചില പാട്ടുകളുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൽ അതിങ്ങനെ നമ്മൾ മൂളിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പാട്ട് പാടിയ അതിഥിയാണ് നമുക്കിപ്പോൾ ഒപ്പം ഉള്ളത്. ഈ അടുത്തിടെ റിലീസായ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന പടം, അതിലെ ഒരു പാട്ട് ജാതിക്ക തോട്ടം എന്ന് പറയുന്ന പാട്ട് പാടിയ സൗമ്യ രാമകൃഷ്ണനാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ജാതിക്ക തോട്ടം എജ്ജാതി നിന്റെ നോട്ടം എൻ്റെ ഉള്ളില് പന്ത് പോലൊരു ഉരുണ്ടു കേറ്റം കണ്ട കള്ള പെരുമാറ്റം ഈ ജാതിക്ക തോട്ടം എജ്ജാതി നിന്റെ നോട്ടം. ഇജാതി പാട്ട് ആദ്യമായിട്ടാണോ? അതെ, ഒരു ചെറിയൊരു ടിണ്ട് മറ്റേ പൈപ്പിൻ ചോട്ടുള്ള പ്രണയത്തിന് ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ അത് സെയിം ജസ്റ്റിൻ വർഗീസ് ആണ് ഇതിന്റെ മ്യൂസിക് കമ്പോസർ. അപ്പോൾ ജസ്റ്റിൻ പാടിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഇമേജ് പൈപ്പിൻ ചോടാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ ജസ്റ്റിനോട് എന്നിട്ട് ചോദിച്ചു, പൈപ്പിൻ ചോട്ടിന്റെ റോ ആയിട്ട് പാടണം എന്ന് പറഞ്ഞു. പിന്നെ ശ്രുതിയും ബേസ് ആണല്ലോ, അപ്പോൾ അതാണോ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പാടേണ്ടതെന്ന് ചോദിച്ചു. ജസ്റ്റിൻ പറഞ്ഞു അതല്ല, ഞാൻ ജസ്റ്റിൻ കുറേ വർഷമായിട്ട് വിജയപാൽ സാറിന് വേണ്ടിയിട്ട് പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ ട്രാക്കുകൾ പാടിയിട്ടുണ്ട് സാറിന്, പല ടൈപ്പ് ട്രാക്കുകൾ പാടിയിട്ടുണ്ട്, ഫോക്കും സോഫ്റ്റ് മെലഡിയും പാടാത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് ജസ്റ്റിൻ അങ്ങനെ ഞാൻ പാടിയ പാട്ടുകളിൽ ഞാൻ ഒഴിമുറിക്ക് വേണ്ടിയിട്ടൊരു സോങ് അനുരാധ ചേച്ചി, അനുരാധ ശ്രീറാം അവർ പാടിയൊരു പാട്ട് എൻ്റെ ട്രാക്ക് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ജസ്റ്റിൻ്റെ മനസ്സിൽ, അതൊരു ഫോക്ക് മോഡായിരുന്നു. അതിന് ഫോക്കും നല്ല റോ ആയിട്ട്, പൈപ്പിൻ ചോട്ട് കുറച്ചൊക്കെ ഒരു ബ്യൂട്ടിഫൈ ചെയ്ത് നമ്മൾ പാടിയുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഫസ്റ്റ് ലൈൻ പാടിയപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു ഓക്കെ. സെക്കൻഡ് ലൈൻ വന്നപ്പോൾ ഈ ജാതി നിന്റെ, ഞാൻ അവിടെയൊക്കെ നമ്മളൊരു ഭംഗി കൂട്ടാൻ നോക്കൂല, ജസ്റ്റിൻ അത് വേണ്ട എന്നിട്ട് നല്ല ഇതായിട്ട് പാടണം. അപ്പൊ അത് കിട്ടാനൊരു ചെറിയ ഡൗട്ട്. പിന്നെ അവസാനം ജസ്റ്റിൻ കൈ കാണിച്ചു, ഈ ജാതി എന്നൊരു ജസ്റ്റിൻ കൈ കാണിച്ചു, അങ്ങനെ ഇതാക്കി പാടണം. ഈ ജാതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ആ ഫീല് വേണം എന്ന് പറഞ്ഞു. പിന്നെ അത് പാടിയപ്പോൾ 4 വരിയേ ഉള്ളൂ, പെട്ടെന്ന് പാടിക്കഴിഞ്ഞു. പക്ഷെ ഈ ഒരു സംഭവം കിട്ടാൻ കുറച്ചൊരു നമ്മുടെ ഉള്ളിലൊരു ഭംഗിയാക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം എന്നൊക്കെ ഒരു സാധനം, അത് വേണ്ട എന്ന് പറഞ്ഞു ജസ്റ്റിൻ. അപ്പോൾ ഇതിന്റെ ഫുൾ ക്രെഡിറ്റും ആ മൂളലും എല്ലാം ട്യൂണിലുള്ളത് തന്നെയാണ്. അതെ, ആ മൂളല് ഞാൻ ശ്രദ്ധിക്കായിരുന്നു, ഒന്ന് പോസ് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. അതെല്ലാം കമ്പോസറിന്റെ ബ്രില്യൻസാ, ഇങ്ങനെ മൂളിത്തരും നമുക്ക് എങ്ങനെ വേണം എന്നുള്ള അതെല്ലാം എല്ലാം ജസ്റ്റിന്റെ ഇതാണ്. നല്ലൊരു ഫീലാണ് ശരിക്കും. അതെ, അതാ പടത്തിന്റെയും കൂടി കേട്ടോ. ആ ക്യാരക്ടേഴ്സിനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സൗമ്യക്ക്? ഇതാണ് ഞങ്ങള് ട്രെയിലർ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കാണിച്ചു തന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ്, ഇവരുടെ ഒരു ലവ് സോങ് ആണ് അങ്ങനെയാ പറഞ്ഞു തന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ എൻ്റെയും ദേവന്റെയും ഞങ്ങളുടെ റേഞ്ച് വളരെ വ്യത്യാസമാണ് അവൻ്റെ. അപ്പോൾ അതൊരു ചെറിയൊരു ഞങ്ങളെ കൊണ്ട് പാടിച്ചു നോക്കി ജസ്റ്റ്. എന്നിട്ടപ്പോൾ അവൻ നിന്റെ ചിരി ഞാൻ കണ്ടെന്ന് അപ്പോൾ അത് തന്നെ ആ ഭാഗത്ത് പാടി ഞാൻ പാടുമ്പോൾ നിന്റെ ചിരി ഞാൻ, അപ്പോൾ ജസ്റ്റ് അത് വേണ്ട നമുക്ക് രണ്ടുപേരുടെയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവം പാടണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പല്ലവി പാടിച്ചു ജസ്റ്റിൻ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് പിന്നെ ജസ്റ്റിൻ കമ്പോസ് ചെയ്തത്. അവനും 100% കംഫർട്ടബിൾ ആയ ഓപ്പൺ ത്രോട്ടിൽ നല്ല ത്രോടെ പാടാൻ സാധിക്കേണ്ട ഒരു റേഞ്ചില്ലേ, അതിങ്ങനെ ഫിക്സ് ചെയ്ത് അതാ രണ്ടാളുടെയും അങ്ങനെ ഞങ്ങൾ വിചാരിച്ചില്ല അത് ബ്ലെൻഡ് ആവും എന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷെ അത് ഓർക്കസ്ട്രയും പിന്നെ കുട്ടികളുടെ ബാക്കിംഗ് വോക്കൽസ് ദയ പാടിയിട്ടുണ്ട്. പിന്നെ പവനി പ്രകാശ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കുട്ടി, 2-3 പേര് അവരും കൂടി പാടിയിട്ടുണ്ട് ഇതിൻ്റെ കുട്ടികളുടെ വോയിസിൻ്റെ അവിടെ.